ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നീമോ വ്ളോഗ്സ്. ഇന്നൊരു ഹാപ്പി സൺഡേ ആണ്. അപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, കുറച്ച് പേരൂടെ ഉണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ മെട്രോ കയറാൻ പോകുന്ന കരുതുമല്ലേ? മെട്രോ കയറാൻ പോകല്ലേ, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ പോകുന്നമാരില്ലേ, സോറി പ്രായത്തിന് മൂത്ത ഈ ഏട്ടന്മാരില്ലേ, ഇവരോട് ഞാൻ പറഞ്ഞതാണ് രാവിലെ മെട്രോ തുറക്കൂലെന്ന്. കണ്ടാ തർക്കുത്തരം പറഞ്ഞവരെ അനുഭവിക്കണത്. ആ നാട്ടിലങ്ങ് ഒരു ഊബർ പോലും ഇല്ല. മണിക്കൂർ എത്രയെന്നറിയാം ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണത്. ഞങ്ങളുടെ പരിപാടി ഒന്നും നടക്കും തോന്നുന്നില്ല. അങ്ങനെ നമുക്ക് ആറ്റുനോറ്റൊരു ഊബർ കിട്ടി. അപ്പം നമ്മളെവിടെയാണ് പോകുന്നത്? ത്രിഫ്റ്റ് മാർക്കറ്റ്, ചിക്പേട്ടിലെ സൺഡേ മാർക്കറ്റ്. ഇന്നിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കൊടുക്കാണ്ടൊക്കെ സാധനങ്ങൾ മേടിക്കാം. പക്ഷെ ഞങ്ങൾ ക്യാഷ് കൊടുത്താണ് മേടിച്ചത്. നല്ല തിരക്കുണ്ട്, നല്ല വിശപ്പുണ്ട്. ഈ സ്ട്രീറ്റിൽ എനിക്ക് അറിയാവുന്നൊരു അമ്മാവൻ്റെ ദോശക്കടയുണ്ട്. അതിപ്പോൾ ഇവിടെ കാണാനില്ലെന്നേ. ഞാനേ എൻ്റെ കൊളീഗ്സ് പൂനത്തിൻ്റെയും ദിവ്യാനയുടെ ഒക്കെ കൂടെ വന്നപ്പോൾ അവരെനിക്ക് ദോശ വാങ്ങി തന്ന കടയാണ്. അതിപ്പോൾ കാണാനില്ല. ഇതാരാന്നറിയോ? രാഹുലേട്ടനോ അശ്വിനേട്ടനോ. ഇത് വെറുതെ ഷോ ഓഫാണ് പ്രണവേട്ടൻ. ഈ അശ്വിനേട്ടൻ ആരാന്നറിയോ? പോലീസ്. പിന്നെ കുറേ സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് ആ കടയും തപ്പി നടന്നു. പെട്ടെന്ന് രാത്രി ചെയ്തല്ല. ഇന്ന് ഫുള്ള് ടയേർഡായതുകൊണ്ട് വ്ലോഗൊന്നും എടുത്തില്ല. എന്നിട്ട് പിന്നെ രാത്രി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും, എന്താ പെട്ടെന്ന് ഡേറ്റും? കാരണം ആദ്യത്തെ വ്ലോഗിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞാൻ രണ്ടും കൂടി അങ്ങ് കമ്പൈൻ ചെയ്താ. ആദ്യത്തെ വീഡിയോയിൽ അപ്പോട്ടനെ കൂട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവൻ തെറ്റിയിരിക്കുക. അപ്പം ഞങ്ങൾ വീണ്ടും ഓനെ കൂട്ടിയിട്ട് ഒരു സെൽഫി വീഡിയോ എടുത്താട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ മെട്രോയിലൊക്കെ കയറി. ഇന്ന് നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഒന്നാണ് അഗൈൻ ചിക്പേട്ട. ഇന്ന് ചിക്പേട്ട് പോണതേ അഭിയേട്ടനൊരു കാര്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പം നമ്മളവിടെ മെട്രോ ഇറങ്ങിയിട്ട് സ്ട്രീറ്റ് ഫുൾ ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് എന്നിട്ട് പിന്നെ സ്ട്രീറ്റിലൂടെ നടക്കൽ തന്നെയായിരുന്നു. ഭയങ്കര തിരക്ക് പിടിച്ചൊരു സ്ട്രീറ്റ്. ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ എല്ലാവരും നോക്കണുണ്ട്. എല്ലാവരും കുറേ പേരൊക്കെ ചോദിച്ചു യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ. എന്താല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് അഭിയേട്ടനൊരു കാര്യത്തിനാണ് നമ്മൾ ചിക്പേട്ട് വന്നതെന്ന്. ഇതിനാണ് വന്നത്. ഇതാണ് നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്റർ. ഈ സ്ട്രീറ്റ് ഫുള്ള് വന്നിട്ട് ഇങ്ങനെ ഇൻവിറ്റേഷൻ ലെറ്റേഴ്സിൻ്റെ ഷോപ്പാണ്. നമുക്ക് വേണ്ട വെറൈറ്റീസ് വേണ്ട രീതിക്ക് പ്രിൻ്റ് ചെയ്തിട്ട്, പിന്നെ അവിടെ കുറേ സാമ്പിൾസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇവിടെ നല്ല ചീപ്പ് റേറ്റിന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വന്നത്. അഭിയേട്ടൻ്റെ ആർക്കോ ഇൻവിറ്റേഷൻ ലെറ്റർ വേണം പോലും, അതിന് വന്നതാണ്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇയാൾക്ക് അത്ര പറ്റണില്ല. വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കും. ചിലപ്പോൾ ഇങ്ങനെ മിററിൽ ഫോട്ടോ എടുക്കും. അപ്പോൾ അടുത്ത പ്ലാൻസൊക്കെ രാഹുലേട്ടനും അശ്വിനേട്ടനും വേണ്ടിയിട്ടാണ്. അവരിലിപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്, വിധാനസൗധ. ആരെങ്കിലുമൊക്കെ ബാംഗ്ലൂർ വന്നാലേ പോകുന്നതിലൊരു സ്പോട്ട് ഇതായിരിക്കും. എന്താണെന്നറിയില്ല. നമ്മൾ ഈ അമ്മാവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പേരൊക്കെ വാങ്ങി കഴിച്ചിട്ട് കുറച്ച് ടൈം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഫുള്ള് മഴയായിരുന്നു. ഈ വീഡിയോ എടുക്കുമ്പോഴേ ഞാനും അശ്വിനേട്ടനും രാഹുലേട്ടനും ഒറ്റയ്ക്കാം. ആ രണ്ട് നരികൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നും പറഞ്ഞിട്ട് മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് മെട്രോ കയറി കബ്ബൺ പാർക്കിൽ പോയി. എന്നിട്ട് ഞങ്ങൾ ഫുള്ള് നട റോഡിലൂടെ മഴയും കൊണ്ട് നനഞ്ഞ് ഇങ്ങനെ കബ്ബൺ പാർക്കിലെത്തി. പക്ഷേ കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ കുറേ കപ്പിൾസൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ ശ്രദ്ധിക്കാൻ പോയില്ല. എന്നിട്ട് പിന്നെ അവിടെ തന്നെ നിന്നു. പിന്നെ എൻ്റെ കുറച്ച് പേഴ്സണൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതേ വീണ്ടും MG റോഡിലോട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന കടയിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങി കഴിച്ചു. വൈനി ചർച്ച് സ്ട്രീറ്റിൽ പോവാം. ബാംഗ്ലൂരിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ്.
അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നനച്ച വണ്ടി കയറിയിട്ട് വീട്ടിൽ പോവാം. പിന്നെ നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് വീട്ടിൽ പോയത്. ഇതെന്തോ സ്പെഷ്യൽ ഡേ ആ തോന്നുന്നു, പടക്കെല്ലാം പൊട്ടിക്കുന്നുണ്ട്. ഒരു അടിപൊളി ഡേ ആയിരുന്നു, എല്ലാവരുടെയും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പം നിങ്ങൾക്ക് സിക്ക് ലീവ് ഉണ്ടെങ്കിൽ എടുക്കുക, മൺഡേസ് ഇങ്ങനെ ആനന്ദകരമാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.